ഗായ്സ്, ഞങ്ങൾക്കിപ്പോൾ സ്റ്റാർ പുളി കുറച്ച് കിട്ടിട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഇത് ഉപ്പിലിട്ടായിരുന്നു. നമുക്ക് ആദ്യത്തെ വീട്ടിലേക്ക് വരാം. ആദ്യമായി നമ്മൾ ഒരു പാത്രം എടുക്കുക. ഇതിന് ഫുള്ളും സ്റ്റാർ പുളി അതിലേക്ക് ഇടുക. അങ്ങനെ എല്ലാം പാത്രത്തിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകിയിട്ട് വരാം. നന്നായിട്ട് കഴുകുക. നന്നായിട്ട് വൃത്തിയിൽ വേറൊരു പാത്രത്തിലേക്ക് ഇടുക. പിന്നെയും ഇതേപോലെ ആക്കുക. പിന്നീട് വേവിക്കുക. ഇത് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രവും കത്തിയും ഒരു കട്ടിംഗ് ബോർഡും മതി. നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. ഇതേമാതിരി പിന്നെ കുറേ തണ്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. കുറെ തണ്ടുകൾ ഉണ്ടാവും, അതൊക്കെ മുറിച്ച് കളിക്കാം. അപ്പോൾ ഞാൻ പുറത്തേക്ക് നല്ല മഴ. മുറിക്കുമ്പോൾ ഇതിന് പ്രത്യേക സ്റ്റാർ മാതിരി ഉണ്ടാവുന്നുണ്ടോ? സ്റ്റാർ മാതിരി അങ്ങനെ നമ്മളൊരു പാത്രം എടുക്കുന്നില്ല. ഇതെല്ലതും ഇതിലേക്ക് ഇടുക. അങ്ങനെ എല്ലതും മുറിച്ച് ഇതിലേക്ക് ഇടുക. എല്ലതും മുറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും വേണം, വെള്ളം വേണം, മുളക് വേണം, സുർക്ക വേണം. സ്റ്റാർ പുളി ഫുള്ളും കുപ്പിയിലോട്ടാക്കുക. ഇതിനു മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് നെല്ലിയൊക്കെ വാങ്ങി. അപ്പൊ നെല്ലിക്ക് ഉപ്പിലിടാൻ വിചാരിച്ചിരുന്നു. അപ്പൊ അങ്ങനെ എല്ലതും സ്റ്റാർ പുളിയിലേക്ക് ഇട്ടിട്ടുണ്ട് കുപ്പിയിലോട്ട്. സാധാ വെള്ളം, പച്ചവെള്ളം നമ്മൾ ഇതിലോട്ട് വെക്കുക. അങ്ങനെ വെള്ളം എല്ലതുമായി. അങ്ങനെ വെള്ളം ഫുള്ളും നിറച്ച് വെള്ളം എന്താ അതിൻ്റെ ശേഷം ചുറുക്ക് വെക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. പച്ചമുളക് ചേർത്തുകൊണ്ട് പഴുത്ത മുളകാണ് ഇടുന്നത്. കുറച്ച് മുളക് മാറ്റി വെക്കണം. തീ നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. സുർക്കയും ഉപ്പെല്ലാം കൂടി ഇതിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. എല്ലതും ആയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് നോക്കാം സ്റ്റാർ പുളി എന്തായിട്ടുണ്ടാവുന്നത്.